കാണാം ശ്രീ ഷാക്കിർ. പക്ഷെ നിങ്ങൾ പറയുന്നത് ഇതെന്തൊരു അന്തർധാര എന്ന രീതിയിലാണ്. ഇതെങ്ങനെയാണ് അന്തർധാരയാവുന്നത്? സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര എന്ന് നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ സി പി എമ്മിൽ നിന്ന് ആരെങ്കിലും ബി ജെ പിയിലേക്ക് പോകുന്നത് ചൂണ്ടിക്കാട്ടണോ, അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്ന് സി പി എം ആകുന്നത് ചൂണ്ടിക്കാട്ടണോ? അത് അന്തർധാര എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പി സി പി എമ്മിൻ്റെ ആശയം കടമെടുക്കുകയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ആശയം നടപ്പിലാക്കുകയോ ചെയ്യുകയല്ലല്ലോ. സി പി എം ബി ജെ പിയുടെ ആശയത്തിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കടുത്ത വർഗീയതയിലേക്ക് സി പി എം പോയപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനും എം വി ഗോവിന്ദനും അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ചെല്ലാം എന്നുള്ള ധാരണയിൽ പോയതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം. അതേ മാത്രമല്ല, ഇന്ന് അട്ടപ്പാടിയിലെ മുൻ ഏരിയ സെക്രട്ടറി രാമകൃഷ്ണൻ ഇന്ന് പോയിട്ടുണ്ട്. അതുപോലെ ബ്രാഞ്ചിലും ലോക്കലിലും ഏരിയയിലും ഒക്കെ ആളുകൾ കൂട്ടം കൂട്ടമായി ഘോഷയാത്ര പോലെ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു തരത്തിലുള്ള സന്തോഷവുമില്ല. പ്രത്യേകിച്ച് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നിലനിൽക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ റെജി ലൂക്കോസിനെ പോലെ 35 കൊല്ലക്കാലം ഈ ഇടതുപക്ഷത്തോടൊപ്പം സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള 2024 ഒക്ടോബറിൽ നടന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ച് സമ്മേളനത്തിൽ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നിട്ടുള്ള റെജി ലൂക്കോസാണ്. കോട്ടയം ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധിയായിട്ടുള്ള റെജി ലൂക്കോസാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഒറ്റച്ചാട്ടത്തിന് പോയിട്ട് നമ്മൾ നോക്ക്. റെജി ലൂക്കോസിന്റെ FB പോസ്റ്റ് അന്ന് പോസ്റ്റ് ചെയ്തിട്ട് കൊല്ലം കുറെ കഴിഞ്ഞ് ഇന്ന് വരെ ബി ജെ പിയിലേക്ക് പോകുന്നത് വരെ അദ്ദേഹം ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനോ, അതെ 2021 നവംബറിലാണ് അദ്ദേഹം ആ പോസ്റ്റ് ചെയ്യുന്നത്. അന്നോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഇന്ന് ബി ജെ പിയിലേക്ക് പോകുന്നത് വരെയോ സി പി എമ്മിൻ്റെ ഒരു നേതാവും അത് നിഷേധിച്ചിട്ടില്ല. അതിന് മാത്രവുമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നമ്മൾ റഹീം വിഷയത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, എനിക്കൊന്ന് സി ജി പണിക്കർ ഉൾപ്പെടെയുണ്ട്, നമ്മൾ ചർച്ചയ്ക്കായി 2-3 ദിവസം മുമ്പ് ഇവിടെ ഈ ന്യൂസ് 8 ഇരുന്നതും അദ്ദേഹമായിരുന്നു. അദ്ദേഹം വാദിക്കുന്ന വാദങ്ങൾ ന്യൂസ് 8 ചർച്ച കഴിഞ്ഞ ഉടനെ തന്നെ എടുത്ത് പ്രചരിപ്പിക്കുന്നത് സി പി എമ്മിൻ്റെ സൈബർ ക്രിമിനലുകൾ ഗുണ്ടകളാണ്. അപ്പം നമ്മൾ ഇതുവരെ തള്ളിപ്പറയാത്തവർ ഇപ്പോൾ തള്ളിപ്പറയും. നമുക്കറിയാമല്ലോ, സി പി എമ്മിൽ നിന്ന് ഏത് കാലത്ത് എത്ര വലിയ നേതാവ് പോയാലും ഇവരെന്താ ചെയ്യുക? അവർ പോയി ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്താലോ അല്ലെങ്കിൽ മറ്റേതൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്താലോ അടുത്ത ദിവസം ദേശാഭിമാനം അവരെ പുറത്താക്കിയെന്ന് വാർത്ത കൊടുക്കും. അത്ര നാണം കെട്ട് ഏർപ്പാട് ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം. നമ്മളെ സംബന്ധിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ശരിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ത്രിപുരയെ പോലെ ബംഗാളിനെ പോലെ ആളുകൾ മുഴുവൻ ബി ജെ പിയിലേക്ക് ഓഫീസുകൂടെ പോകുന്നതിന് നമ്മൾക്ക് എന്താ പറയുക, സന്തോഷമില്ല, താല്പര്യമില്ല. അതാണ് പ്രശ്നം. കോൺഗ്രസിൽ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ലീഗിനെ ഞാൻ അതിൽ കൂട്ടുന്നില്ല. അതാണ് പ്രശ്നം. അതാണല്ലോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ആരെങ്കിലും ഇപ്പോ അല്ല കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ നമ്മൾ ഈ ചർച്ച അല്ല ന്യൂസ് 8 ഈ ചർച്ച ഇന്ന് ഒരു മിനിറ്റ് നിങ്ങൾ കേക്ക്, എന്നെ പറയാൻ സമ്മതിക്കും പ്ലീസ്. ന്യൂസ് 8 ഇന്നത്തെ ചർച്ച കേരളത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള ജനപ്രതിനിധി പ്രധാന നേതാക്കന്മാരുടെ കണക്കെടുത്താൽ സി പി എമ്മിൻ്റെ MLA മാർ, സി പി എമ്മിൻ്റെ MP മാർ, സി പി എമ്മിൻ്റെ മുൻ മന്ത്രിമാർ നമുക്ക് കണക്കെടുക്കാൻ പറ്റും. കോൺഗ്രസിൻ്റെ ആ രീതിയിലുള്ള ആളുകളെ നിങ്ങൾ പത്മജ വേണുഗോപാലിനെ പോലെയുള്ള മകളെ, ആന്റണിയുടെ മകനെയൊക്കെ പറയാം. പക്ഷേ പ്രധാന സുപ്രീം ലീഡർമാരായി നിന്നിട്ടുള്ള ആളുകൾ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ആള്, അങ്ങനെയുള്ള IAS രാജിവെച്ച് LDFന്റെ MLA ആയി പിണറായി വിജയൻ കൊണ്ടുവന്നിട്ടുള്ള ആള്, ഇവരൊക്കെ ബി ജെ പിയിലേക്ക് പോയവരാണ്. നിങ്ങൾ ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകും, ഒരു കാലത്ത് സി പി എമ്മിൻ്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആയിരുന്നു. EMS ജീവിച്ചിരിക്കുന്ന കാലത്ത് ഡൽഹിയിൽ വെച്ച് പത്രക്കാർ ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യം നമ്മൾ ഈ സമയത്ത് ഒന്ന് ഓർക്കേണ്ടതുണ്ട്. മദൻലാൽ ഖുരാൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സി പി എമ്മിന് സ്ഥാനാർത്ഥിയില്ല, ഇവിടെ ആരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക, ആർക്കാണ് വോട്ട് ചെയ്യുക? അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, കോൺഗ്രസിന് എന്തായാലും വോട്ട് ചെയ്യില്ല. പിന്നീട് അടുത്ത വാചകം, ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ശരി കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യമെന്ന്. അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അണികൾ എന്ത് വിചാരിച്ചു? എന്തായാലും കോൺഗ്രസ് തോൽപ്പിക്കാൻ നല്ലത് ബി ജെ പിയാണ്. അല്ലെങ്കിൽ AK ബാലനെ പോലെയുള്ള ആളുകൾ കടുത്ത വർഗീയവാദികളായി ബി ജെ പിയുടെ RSSനേക്കാൾ അപകടകാരികളായി കേരളത്തിൽ വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ യാതൊരു മറയും കൂടാതെ വർഗീയത പറയുമ്പോൾ, അതിനേക്കാൾ നല്ലത് ഈ ബാനർ മാറ്റി വെച്ചിട്ട് റെജി ലൂക്കോസിനെ പോലെയുള്ള ആളുകൾ ന്യായീകരിക്കാൻ നല്ലത് ബി ജെ പി ആണ് തിരിച്ചറിവുണ്ടായി കാണും. നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ തത്സമയം കിട്ടിയില്ല. അദ്ദേഹവുമായി അല്പം മുമ്പ് ഞാൻ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം BJP ആയി ഇതിനുള്ള ന്യായീകരണങ്ങൾ പറയുകയുണ്ടായി. അതിലേക്കൊന്ന് പോകാം. ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹവുമായിട്ട്.
ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ഒറ്റച്ചാട്ടത്തിൽ BJP ആയതുപോലെയാണല്ലോ. എന്താണ് ഇങ്ങനെ BJPയിലേക്ക് പോകാൻ കാരണം? ഒറ്റച്ചാട്ടമൊന്നും പറയാൻ പറ്റത്തില്ല. ഞാന് 10-12 ദശകത്തിൽ അധികമായിട്ട് ചാനൽ ഡിബേറ്റുകളിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. പാർട്ടിയുടെ ആളായിട്ടല്ല, ഞാനൊരു സഹയാത്രികൻ മാത്രം, അറിയാമല്ലോ. ഞാൻ ഈ പാർട്ടിയുടെ മെമ്പറായിട്ട് 7 വർഷമായി. 2021 തോന്നുന്നു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു ഞാൻ. ഇക്കഴിഞ്ഞ 2025 നടന്ന ഏരിയ സംസ്ഥാന സമ്മേളനത്തിനോട് മുന്നോടിയായിട്ടുള്ള ഏരിയ സമ്മേളനത്തിലും പ്രതിനിധിയായിരുന്നു ഞാൻ. പാർട്ടി മെമ്പറാണ്. ഒരു സ്ഥാനമാനങ്ങളും പാർട്ടി വഹിച്ചിട്ടില്ല. ലോക്കൽ മെമ്പറായിട്ട് പോലും ഞാൻ ഈ പാർട്ടി സ്ഥാനമാനം വഹിച്ചിട്ടില്ല. കൈരളി ചാനൽ തുടങ്ങിയ അന്ന് മുതൽ എൻ്റെ രാഷ്ട്രീയ പ്രോഗ്രാംസ് ഉണ്ട്. കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വളർച്ചയുടെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ 18 എപ്പിസോഡ് ഒരു വിയോജിപ്പിന് ശക്തമായ പ്രോഗ്രാം ചെയ്തു. പിന്നെ എന്റെയാണ് ആനക്കാര്യം. അത് കഴിഞ്ഞൊരു ചെറിയ നാളെ ഞാൻ പ്രവാസിയായിരുന്നു. തിരിച്ചു വന്നിട്ട് വീണ്ടും പാർട്ടിക്ക് വേണ്ടി എഴുത്തും ദർശാവനിലൊക്കെ ഞാൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, യാത്രാവിവരങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ സമീപകാലത്ത് നമ്മളെ നിരാശപ്പെടുത്തുന്ന രീതിയിൽ CPMന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രകടമാകുന്നു. ഒരു പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് വരാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു. ഇനി എന്നെ സംബന്ധിച്ചോളം സ്വാധീനിച്ചതൊന്നുമല്ല. കാരണം നാളുകളിൽ കേരളത്തിന്റെ ഭാവി, നാളുകളിലുള്ള നമ്മുടെ ചെറുപ്പക്കാരുടെ യുവതലമുറയ്ക്ക് വഴിയടയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പോക്ക്. അതിന് കേരളം കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ട അത്യാവശ്യമാണ്. അതിന് BJP മാത്രമേ സഹായകരമായ രാഷ്ട്രീയ പ്രസ്ഥാനം എനിക്ക് പൂർണ്ണ ബോധ്യമായി. കാരണം എന്റെ യാത്രകളിലും നോർത്ത് ഇന്ത്യയിലെ യാത്രകളിലും ഒക്കെ ഞാൻ അവിടുത്തെ വികസനങ്ങളൊക്കെ വലതും നേരി കണ്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചോളം കേരളത്തിന് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഡെവലപ്മെന്റ് മൈൻഡുമായിട്ടുള്ള ഒരു പാർട്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ. രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ അദ്ദേഹം പറയുന്നതിൽ മുഴുവനും കേരളം ഡെവലപ്പ് ചെയ്യണം, നമുക്ക് മുമ്പോട്ട് പോകണം എന്നുള്ള വാക്കുകൾ സ്വാഭാവികമായിട്ട് എന്നെ സ്പർശിച്ചു. പക്ഷേ റെജി ലൂക്കോസ്, താങ്കൾ ഈ കഴിഞ്ഞ ദിവസം വരെ BJP ഒരു ഫാസിസ്റ്റ് പാർട്ടി എന്നുള്ള നിലപാടിലായിരുന്നുവല്ലോ. അത് മാത്രമല്ല കേന്ദ്ര ഭരണം, അതിനെതിരെ താങ്കൾ തുടർച്ചയായിട്ട് CPMന്റെ നാവായിട്ട് സംസാരിച്ചു വരികയായിരുന്നു. സ്വാഭാവികമായിട്ടൊരു പാർട്ടിയിൽ നമ്മൾ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് വിശ്വസിച്ച് ഒരു പാർട്ടിയോടൊപ്പം സഹയാത്ര നടത്തുന്ന ഒരാൾക്ക് ആ പാർട്ടിനെ വഞ്ചിച്ചുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനത് മാന്യമായ രീതിയിൽ തന്നെ അത് നിലപാടെടുത്തു. പിന്നെ എനിക്ക് തോന്നി എന്നോടും ആ പാർട്ടി ഭയങ്കരമായിട്ടുള്ള അവഗണനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിയാ പോകുന്നവർക്കെല്ലാം ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നു, എതിർ പാർട്ടികളിൽ നിന്ന് വരുന്നവർക്കെല്ലാം ഉന്നത സ്ഥാനങ്ങൾ കൊടുക്കുന്നു, പിണങ്ങി ഒരു പാർട്ടിയിൽ നിന്ന് വന്ന പിറ്റേ ദിവസം കൊണ്ട് ആ പാർട്ടിയുടെ വ്യക്തമാക്കുന്നു. ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇത്രയും വർഷമായിട്ട് ഇത് പാർട്ടി പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് ഒരു അംഗീകാരം ഇതിനകത്ത്. എനിക്ക് അംഗീകാരം മറ്റൊന്നും വേണ്ട. പക്ഷേ ഞാനെന്നുള്ളൊരു വ്യക്തിക്ക് പരിഗണന സ്വാഭാവികമായിട്ടും തരണ്ട. അത് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ്. താങ്കൾക്ക് വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിൽ താങ്കൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ചാനൽ ചർച്ചയിൽ പോലും പാർട്ടിയെ തള്ളിപ്പറഞ്ഞു വരാമായിരുന്നു, അല്ലെ? അങ്ങനെ താങ്കൾ പക്ഷെ വന്നിട്ടില്ല. കാരണം താങ്കൾ ഈ പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വവും വഹിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ CPM നേതാക്കൾ പറയുന്നത് താങ്കൾ ഈ ഏരിയ സമ്മേളനത്തിൽ താങ്കളെ ജില്ലാ സമ്മേളനത്തിലേക്ക് പ്രതിനിധിയായി അയച്ചിട്ടില്ല എന്നാണല്ലോ. അത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു ഞാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.